ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് മോഡസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇതിന് മുന്നേ ചെയ്ത വ്ളോഗിലൊക്കെ ഇട്ടിട്ടുള്ള ഡ്രസ്സും കൂടെയാണ്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു എവിടെ നിന്ന് എടുത്തതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനത് ഇതിലും കൂടെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഡ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. നമുക്കിത് കോട്ടായിട്ട് യൂസ് ചെയ്യാം. വേറെ ഉള്ളിൽ വേറെ ഡ്രസ്സ് ഇട്ടിട്ട് ഇത് കോട്ടായിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് പലാസോപ്പ് ഇട്ടിട്ടുള്ളത്. ഇതിലേക്ക് വേണമെങ്കിൽ ജീൻസ് പോലത്തെ പാൻറ് ഒക്കെ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നുന്നത് പലാസോ ഇടുന്നതായിരിക്കും എന്നാണ്. പിന്നെ ഇത് ലോങ് ആയിട്ടുള്ളൊരു ടോപ്പാണിത്. ബാക്കൊക്കെ ഫുള്ള് ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണിത്. അപ്പം ഇത് ഫുൾ സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഇട്ടാൽ തന്നെയാണ് ഇത് ഈ ഡ്രസ്സിന്റെ ഭംഗി കിട്ടുക. പിന്നെ ഞാനൊരു പ്ലെയിൻ ഷോളാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്, പക്ഷെ ഇട്ട് വരുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു ഡ്രസ്സും കൂടിയാണ്. അപ്പം ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് സ്പ്ലാഷ് എന്നാണ്. ഇത് ഓഫറുള്ള ടൈമിലാണ് ഞാൻ ഈ ഡ്രസ്സ് എടുത്തത്. 80 ദിറംസ് ആയിരുന്നു അന്ന്. ഓഫറിൽ 40 ദിറംസിന് ഞങ്ങൾക്ക് ഈ ഡ്രസ്സ് കിട്ടിയത്. ഈ പാൻറ് ഇടുമ്പോൾ ഫ്രണ്ട് ഇങ്ങനെ ബോറായിട്ട് തോന്നൂല, ഇങ്ങനെ ഓപ്പൺ ആണെന്നുള്ളതിൽ ബോറായിട്ട് തോന്നില്ല. നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണിത്. ഈ കളറ് ഞാൻ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും എനിക്ക് ഇത് ചേരുമെന്നുള്ളൊരു ഒരു ടെൻഷൻ കൂടി ഉണ്ടായിരുന്നു. പിന്നെ എന്തോ എടുത്ത് വന്നു, പിന്നിട്ട് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഡ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഞാൻ സേവേഴ്സ് ഔട്ട്ലെറ്റിൽ നിന്ന് എടുത്ത സ്കേർട്ടാണിത്. ഇതിന് 5 ദിറംസ് ആണ്. അപ്പോൾ അവിടെ ഞാൻ 5 ദിറംസിന് കണ്ടപ്പോൾ ഒരു കൗതുകത്തിൽ വാങ്ങിച്ചതാണ്. 5 ദിറംസ് അല്ലേ വിചാരിച്ചിട്ട്. ഞാൻ അങ്ങനെ സ്കേർട്ട് യൂസ് ചെയ്യുന്ന ആളല്ല, പക്ഷെ എന്തോ എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ 5 ദിറംസ് അല്ലേ വിചാരിച്ചിട്ട് എടുത്തതാണ്. നല്ല ഭംഗിയുള്ള നല്ല ക്ലോത്ത് ആട്ടത്. നല്ല കഴുകിയാലും അങ്ങനെ കേടുവരുന്ന ക്ലോത്ത് ഒന്നല്ല. ഇത് നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടോ? ഞാനൊരു ഹോൾ വീഡിയോയിൽ ഞാൻ ചെയ്തപ്പോൾ ഇട്ട ഒരു പിന്നെ ടോപ്പാണിത്. ഞാൻ ഇതിക്ക് മാച്ചാക്കി ഇട്ടതൊന്നുമല്ല. ഇതിക്ക് വേറെ ടോപ്പ് ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ വെറുതെ ഒന്ന് ഇട്ട് ഇത് ഈ ഒരു സ്കേർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ടോപ്പ് ഇട്ടതാണ്. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ മാക്സിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ്. ഇതൊരു ലോങ് ടൈപ്പ് ഡ്രസ്സാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ഷോർട്ടായിട്ടും ബാക്കിൽ കുറച്ച് ലോങ് ആയിട്ടുള്ള ഡ്രസ്സാണിത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ച ഡ്രസ്സാണിത്. ഇത് ഞാൻ കുറച്ചായി എടുത്തിട്ട്, പക്ഷെ ഇപ്പോഴും ഉണ്ട് മാക്സിൽ. ഇടയ്ക്കൊക്കെ പോയാൽ കാണാതെ. 80 ദിറംസ് ആണ് ഈ ഡ്രസ്സിന്. അപ്പോൾ ഈ ഷോള് ഞാൻ ക്യാരി ഫോർ എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഷൂ ആണ് ഇതിലേക്ക് ഇടാറ്. അപ്പോൾ ഈ ക്ലോത്ത് ജീൻസാണ് കേട്ടോ. ഞാനിതിൽ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇത് ജീൻസിൻ്റെ ക്ലോത്താണ്.
ഡ്രസ്സ് ഞാൻ സിറ്റി സെന്ററിലുള്ള കോട്ടൺ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഈ ഡ്രസ്സ് ഞാൻ നല്ലൊരു പ്രതീക്ഷയിൽ വാങ്ങിച്ച ഡ്രസ്സാണ്. ഇത് ഞാൻ അലക്കി കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ കുഴപ്പമില്ല, പിന്നെ അലക്കി കഴിഞ്ഞപ്പോൾ ഇത് ഒന്ന് ചുരുങ്ങിയും ചെയ്ത്, പിന്നെ അയൺ ചെയ്തിട്ട് എങ്ങനെ അയൺ ചെയ്തിട്ട് ഇത് നിവർന്നില്ല. എന്നാലും ചുളിവ് ഇങ്ങനെ അവിടെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം റേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഡ്രസ്സ് ഇങ്ങനെയല്ല യൂസ് ചെയ്യാറ്, ഞാനൊരു ലോങ് കോട്ട് ഇട്ടിട്ടാണ് യൂസ് ചെയ്യാറ്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു അബദ്ധങ്ങളൊക്കെ പറ്റുമ്പോൾ അങ്ങനത്തെ ഡ്രസ്സ് നമ്മൾ മിക്കവാറും ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനെ വലിയ ലോങ് ആയിട്ടുള്ള കോട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇടുന്നതായിരിക്കും നല്ലത്. വെറുതെ ഒരു ഡ്രസ്സ് കളയണ്ടല്ലോ. അപ്പോൾ ഒരു ലോങ് കോട്ട് ഇട്ടിട്ട് ഇട്ടാൽ മതി. അപ്പം ഞാൻ എങ്ങനെയെന്ന് കാണിക്കാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഈ ഡ്രസ്സ് ഇപ്പോൾ യൂസ് ചെയ്യാറ്. ഇവിടെ ഒരു പോക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഡ്രസ്സ് ഞാൻ മാക്സിൽ എടുത്ത ഡ്രസ്സാണിത്. ഇത് ഞാൻ ഇപ്പോൾ അടുത്തെടുത്ത ഒരു ഡ്രസ്സാണ്. ഇത് 50 dirhams ആണ് ഈ ഡ്രസ്സിന്. ഇവിടെ ഒരു ചെറിയ കെട്ടൊക്കെ ഉണ്ട്. ഇതിന്റെ സ്ലീവ് ഇങ്ങനെയുള്ള ഒരു സ്ലീവാണ്. ഇതിന്റെ അകത്ത് ഞാനൊരു ബ്ലാക്ക് ഇന്നർ ഇട്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഗൗണ് പോലെ തന്നെയാണ് തോന്നുക. നല്ലൊരു ഡ്രസ്സാണിത്. പിന്നെ ഇത് ഇങ്ങനെ യൂസ് ചെയ്യാൻ മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ലോങ് കോട്ടൊക്കെ ഇട്ടിട്ട് ഇട്ടാലും നല്ല രസമായിരിക്കും ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു ബെല്ലൈക്കൺ കാണാം, അതും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. കമൻസ് ഒക്കെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.